ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് റിയൽമി 9 Pro പ്ലസിൻ്റെ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ജസ്റ്റ് ഇത് ഫോൺ ഞാൻ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്യുകയാണ്. ചുമ്മാ ഓർഡർ ഓൺ ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ ക്യാമറ ഓപ്പൺ ആയി. ഇനി ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അഡ്ഡു ബെഞ്ച് മാർക്ക് ഓപ്പൺ ആയി വന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ ഡ്രോ ചെയ്യാണ്. കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ CPU ടെസ്റ്റ് വന്നു. ഇനി അതേപോലെ തന്നെ വേറൊരു അക്ഷരം ഡ്രോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ തന്നെ ഫ്ലാഷ് ചെയ്യും. സോ എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാണ്ട് ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് നമ്മുടെ ഏറ്റവും താഴെ സിസ്റ്റം സെറ്റിങ്സ് കിടപ്പുണ്ട്, അത് ടാപ്പ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ ജസ്റ്റർ മോഷൻസ് എടുക്കുക. അതിനകത്താണ് സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്. അതിനകത്താണ് ഇപ്പോൾ പറഞ്ഞ എല്ലാം കിടക്കുന്നത്. സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് ഇട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുക. അതിനകത്ത് ഞാനിപ്പോൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ടു ഓപ്പൺ ക്യാമറ കണ്ടോ, ഡ്രോ to turn on ഫ്ലാഷ് ലൈറ്റ്. പിന്നെ ആഡ് ജസ്റ്റേഴ്സിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്ന ഡ്രോ അഡ്ഡു ബെഞ്ച് മാർക്ക് ഡ്രോ CPU ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്തു, ഡ്രോ ടാപ്പ് ചെയ്തപ്പോൾ അൺലോക്ക് കോള് ഓപ്പൺ ആൻ ആപ്പ് കൊടുത്തു. എന്നിട്ട് ഓപ്പൺ ആൻ ആപ്പ് ഞാൻ കൊടുത്തു. ഏത് ആപ്പും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഏത് ആപ്പിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന PUBG ഗെയിമിംഗ് ആണെങ്കിൽ അതിട്ട് അസൈൻ ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും യൂട്യൂബാണ് അതായിട്ട് അസൈൻ ചെയ്യാം. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് അതും ഇഷ്ടംപോലെ ആപ്സ് അപ്രോക്സിമേറ്റ്ലി ഇത് 1 2 3 4 5 6 7 7 നമുക്ക് ടോട്ടലി ഇൻസ്റ്റൻറ്റ് ആപ്പിട്ട് പോകും. പിന്നെ 2 ക്യാമറയ്ക്കും ഫ്ലാഷ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് കൺട്രോൾസും ചെയ്യാൻ പറ്റും. സോ അതാണ് സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്. പിന്നെ ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ ഓഫ് ദ സ്ക്രീനും ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമ്മുടെ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്. പിന്നെ നമ്മൾ 3 ഫിംഗർ സ്വൈപ്പ് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കണ്ടോ ഇൻസ്റ്റൻറ്റ്. പിന്നെ പാർഷ്യൽ സ്ക്രീൻഷോട്ട്, അതായത് നമുക്കിത് ഇത്രയും ഭാഗം മാത്രം എടുത്താൽ മതി, ഇത് മൊത്തമായിട്ട് എടുക്കണ്ട. അപ്പോൾ സപ്പോസ് നമ്മൾ നോർമൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇത്ര മൊത്തം വന്നല്ലോ. അപ്പോൾ പാർഷ്യൽ സ്ക്രീൻഷോട്ട് എന്ന് വെച്ചാൽ ഇത്ര ഭാഗം മാത്രം. ഇന്ന് എവിടെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഡേറ്റ് ഉണ്ടെന്ന് വെച്ചോ, അത് ഷെയർ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് 3 ഫിംഗേഴ്സ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക സ്ക്രീനിൽ ഉണ്ടോ. അപ്പോൾ തന്നെ ഒരു ബാർ വരും, നമുക്ക് സെലക്ട് ചെയ്യാൻ സെലക്ഷൻ ബാർ പോലത്തെ ബാർ വരും. സോ ഉണ്ടോ, നമുക്ക് എന്തോരം ലൊക്കേഷനാണ് വേണ്ടത് അത് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് മേൽ ടിക്ക് കൊടുക്കുക ഉണ്ടോ. കറക്റ്റ് ആ പോർഷൻ മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വെച്ചാൽ റേസ് ടു വെയ്ക്ക് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫോൺ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നോക്കി അറിയാം, ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യേണ്ട. ഈ ഫോണിൻ്റെ ജസ്റ്റ് ചുമ്മാ ടേബിൾ വെച്ചിരിക്കുകയാണ്, ഒരു ബട്ടൺ പോലും പ്രസ് ചെയ്യാൻ അൺലോക്ക് ആവും. ഞാൻ ജസ്റ്റ് എടുക്കുക ഫോൺ ഉണ്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രസ്സിങ് എനി ബട്ടൺസ് നമുക്ക് എങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് സിസ്റ്റം സെറ്റിങ്സ് എടുത്തിട്ട് ജസ്റ്റേഴ്സ് മോഷൻസ് എടുത്തിട്ട് റേസ് ടു വീക്ക് ഓൺ ആക്കണം. നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് എടുത്തിട്ട് അതിന് നമ്മുടെ സെക്യൂരിറ്റി ഉണ്ട്, പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി, അതെടുക്കുക. അതിനകത്ത് നമ്മുടെ ഫേസ് ഇതേപോലെ റെക്കഗ്നൈസ് ചെയ്ത് ഓൺ ആക്കണം. ഞാൻ എൻ്റെ പിന്നടിക്കട്ടെ, സോറി. ഓക്കെ, അതെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓപ്ഷൻ കിടന്നുണ്ട്, എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ്, അതിങ്ങടെ ഓൺ ആക്കി ഇടുക. സോ ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്തിട്ട് എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്കിംഗ് ഓൺ ആക്കിയിട്ടു. പിന്നെ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അൺലോക്ക് റേസ് ടു വേക്ക് ആകുമ്പോൾ തന്നെ ഫോൺ വേക്ക് ആവും. ഈ സെയിം സമയത്ത് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ വർക്ക് ചെയ്യും. അപ്പം തന്നെ എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്ക് ഡയറക്റ്റ് അൺലോക്ക് ചെയ്യും. ഇതിപ്പോൾ ഓഫ് ആക്കിയിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഒരു ബട്ടൺ ഞെക്കിയൊന്നുമില്ല, ജസ്റ്റ് റേസ് ടു വേക്ക് ആവുന്നു കണ്ടോ. റേസ് ടു വേക്ക് അൺലോക്ക് ആയി, പക്ഷേ ഹോം സ്ക്രീനിൽ തന്നെ നിൽക്കുക, ലോക്ക് സ്ക്രീൻ തന്നെ നിൽക്കുക, ഹോം സ്ക്രീൻ വരുന്നില്ല കണ്ടോ. ഈ ഹോം സ്ക്രീൻ വരാനുള്ള ഓപ്ഷനാണ് എൻ്റർ ഹോം സ്ക്രീൻ ആഫ്റ്റർ അൺലോക്ക് എന്നുള്ള ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് ഹോം സ്ക്രീനിൽ വരാം കേട്ടോ. ഡൺ. സോ അതൊരു ഭയങ്കര ഹാൻഡിയാണ്, ഒരു ബട്ടൺസ് പോലും നിൽക്കുന്ന ഫാസ്റ്റായിട്ട് വരാൻ പറ്റും. ഓക്കെ, സോ ബാക്ക് ടു ദ സെയിം ലൊക്കേഷൻ, സിസ്റ്റം സെറ്റിങ്സ്, ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസ്. പിന്നെ ബാക്കി നോക്കുമ്പോൾ ലിഫ്റ്റ് ടു ഇയർ ടു ആൻസർ കോൾസ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫോൺ ബെൽ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ചെവിയുടെ അവിടെ കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യുക. സ്വിച്ച് ടു നിങ്ങൾ സ്പീക്കറിലാണ്, അപ്പോൾ പെട്ടെന്ന് സപ്പോസ് വരാൻ പാടില്ലാത്ത ഒരാൾ പെട്ടെന്ന് റൂമിട്ട് കയറുന്നു, അപ്പോൾ അത് ഇച്ചിരി കോൺഫിഡൻഷ്യൽ ഡേറ്റ ആണെങ്കിൽ നേരെ ഫോൺ എടുത്ത് നേരെ ചെവിയിട്ട് വയ്ക്കുക, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇയർ പീസ് ആവും. പിന്നെ ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമിംഗ് കോൾസ്, ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫോൺ അങ്ങ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോൾ മ്യൂട്ട് ആവും. സോ ഇതാണ് നമ്മുടെ ജസ്റ്റേഴ്സ് ആൻഡ് മോഷൻസിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ഐഫോൺസിലൊക്കെ പണ്ട് കണ്ടിരുന്നത് മീൻസ് ടച്ച് ഐ ഡി ഉള്ള ടൈമിൽ ആ ടച്ച് ഐ ഡി അത് നമുക്ക് യൂസ് ചെയ്ത് കംപ്ലൈൻറ്റ് ആയി പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമായിരുന്നു നമ്മുടെ അസിസ്റ്റീവ് ടച്ച്. ആ സെയിം സംഭവം അസിസ്റ്റീവ് ബോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കണേ കണ്ടോ. അസിസ്റ്റീവ് ബോൾ ജസ്റ്റ് ടേൺ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ റൗണ്ടിലൊരു ഐക്കൺ വന്നിട്ടുണ്ട്. സോ നമുക്ക് 2 രീതിയിൽ വർക്ക് ചെയ്യേണ്ട രീതിയിലാക്കാം. ഒന്നെങ്കിൽ ഇതിനകത്ത് സിംഗിൾ ടാപ്പ് ഡബിൾ ടാപ്പിന് മാത്രം ചെയ്യുന്ന റെസ്പോൺസ്, അതാണ് ജസ്റ്റർ ഓപ്പറേഷൻസ്. ഇത് ഒരു ടാപ്പ് ചെയ്യുമ്പോൾ ഇത് എന്തെന്ന് സംഭവിക്കണം നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്തു കണ്ടോ, അത് ബാക്കിയിട്ടാണ് അസൈൻ ചെയ്തേക്കുന്നത്. ഞാൻ 2 ടാപ്പ് ചെയ്തു ഉണ്ടോ, അപ്പോൾ റീസൺസ് ഇട്ട് പോയി. സോ അങ്ങനെയാണ് അസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുക അങ്ങനെയല്ല, അസിസ്റ്റീവ് ബോൾ എടുക്കുക, ഈ ജസ്റ്റർ ഓപ്പറേഷൻസ് മാറ്റി ടാബ് മെനു ആക്കുക. അപ്പോൾ എൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ആപ്സ് അല്ല, ഗോ ബാക്ക്, ടേക്ക് സ്ക്രീൻഷോട്ട്, റീസെൻറ്റ് ടാസ്ക്, ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റും. സോ ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. നോർമലി നമ്മൾ സ്വൈപ്പ് ചെയ്തെടുക്കാം. ഇനി അല്ലെങ്കിൽ ഇവിടെ നോക്കിയിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു കണ്ടോ. ഇനി നമുക്കിത് ഇനി അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് ലോക്ക് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ആണ്. സോ എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അവിടെ നടക്കും. സോ അതൊരു നൈസ് സംഭവമാണ് എൻ്റെ ഒരു നോട്ടത്തിനകത്ത്. സോ അത് വേണ്ടവർ എനേബിൾ ചെയ്തില്ല. പിന്നെ മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ അസിസ്റ്റീവ് ബോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇച്ചിരി അനോയിങ് ആയിട്ടാണ് ഇവിടെ ആയിട്ട് സെൻറ്ററായിട്ട് വന്ന് കിടക്കുക. ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നത് ഫുൾ കുറയ്ക്കാം. അപ്പോൾ അറിയ പോലും അങ്ങനെ സാധനം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് എപ്പോഴും ഇതെടുത്തിട്ട് നമ്മുടെ പവർ ബട്ടൻ്റെ അടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ലൊക്കേഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിനകത്ത് കാണാത്തൊരു നമ്മൾ യൂഷ്വലി അതിനുള്ള ഒരു ഒരു ഐക്കണാക്കി ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബാക്കി നമ്മുടെ ഫോൺസിലൊക്കെ യൂഷ്വലി കാണാറുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡാറ്റ കിട്ടുന്നില്ല. നമ്മുടെ ഐക്യൂവിനകത്ത് എസ്പെഷ്യലി നമ്മുടെ ഒരു ഐക്കൺ ചെറിയൊരു ഐക്കൺ പോലെ ഇവിടെ എഡ്ജ് ഐക്കൺ പോലെ കിടക്കുക. ആ സംഭവത്തിനകത്ത് നമുക്ക് കണ്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കണം വൺ ഹാൻഡഡ് മോഡ് ഉണ്ട്. സോ ജസ്റ്റ് നമ്മുടെ അത് ആദ്യം വൺ ഹാൻഡഡ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നാവിഗേഷൻ എനേബിൾ ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് നാവിഗേഷനിൽ പോയിട്ട് നമുക്ക് തിരിച്ച് ഈ മോഡ്സ് തരിക. സോ സിസ്റ്റം നാവിഗേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ 3 ബട്ടൺ നാവിഗേഷൻ ആണ് വന്നേക്കണേ കണ്ടോ. അവിടെ ഓപ്ഷൻസ് നമുക്ക് ലേ ഔട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് ഹോം ഇത് അല്ലെങ്കിൽ റീസൺസ് ഹോം ബാക്ക് അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ജസ്റ്റസ് ഇടുക. ഏറ്റവും അടിപൊളി അതാണ്. കാരണം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരുപാടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ജസ്റ്റർ ഗൈഡ് ബാർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബാർ ഉണ്ട്. അതും ഇങ്ങനെ ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ ടാപ്പ് കൊടുത്താൽ മതി. അതിങ്ങനെ ഹൈഡ് ചെയ്യുക. പിന്നെ ഓരോ ബാക്ക് ടാപ്പിൽ ഇപ്പോൾ ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്യും. ഞാൻ എനിക്കത് ഇട്ടേക്കാണ്. കാരണം എന്നാലേ നമുക്കൊരു ബാക്ക് പോയി നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. അപ്പോൾ വൈബ്രേറ്റ് ഓൺ ബാക്ക് നാവിഗേഷൻ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓരോ ബാക്ക് പോകുമ്പോഴും നമുക്കൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും. നൈസ്, നല്ല ഹാപ്റ്റിക്സും ഉണ്ട് കേട്ടോ. അത് നല്ല കാര്യമാണ്. പിന്നെ സ്വിച്ച് ടു പ്രീവിയസ് അതിൻ്റെ ഫീച്ചർ അതിൻ്റെ കൂടെ വരുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്പ് ഏതാണ് CPU ത്രോട്ട് ടെസ്റ്റും സെറ്റിങ്സാണ്. സോ എൻ്റെ സെറ്റിങ്സ് നിന്നിട്ട് ഇത് ഞാൻ ഓൺ ആക്കി ഇടുക കേട്ടോ. അതാണ് സ്വിച്ച് ടു പ്രീവിയസ് ആപ്പ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാനിങ്ങനെ ബാക്ക് ഇതിൻ്റെ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലെഫ്റ്റ് സ്വൈപ്പ് അല്ലെങ്കിൽ റൈറ്റ് സ്വൈപ്പാണ് ബാക്ക്. ഹോം പോകാനായിട്ട് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പൊക്കോളും കണ്ടോ. ഇനി റീസൺസ് പോകാനായിട്ട് സ്വൈപ്പ് ചെയ്ത് നടുക്കൊണ്ട് നിർത്തുക കണ്ടോ. ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ സ്വിച്ച് ടു പ്രീവിയസ് ആപ്പ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ റീസൺസ് നോക്കിയാൽ രണ്ടാമത്തെ ആപ്പ് CPU ത്രോട്ട് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ CPU ത്രോട്ട് ടെസ്റ്റും സെറ്റിങ്സ് ഇങ്ങനെ ടക്ക് 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 എന്ന് സ്വിച്ച് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചാൽ മതി. ജസ്റ്റ് നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് നോക്കണോ ഇങ്ങനെ കാണിച്ചിട്ട് ഭയങ്കര കൺവീനിയൻ്റ് ഉണ്ട്. കണ്ടോ, ചുമ്മാ കാണിച്ചാൽ മതി. ഇനി അല്ലാത്ത രീതിയിൽ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് വേണ്ടവർക്ക് ബാക്ക് ഞെക്കിട്ട് വലിച്ചു പിടിക്കുക. അപ്പോൾ അവിടെ ഒരു ഐക്കൺ കാണിക്കും. അത് CPU ത്രോട്ട് ടെസ്റ്റാണ്. കൈവിട്ടു കണ്ടോ, തിരിച്ച് നമ്മൾ CPU ത്രോട്ട് ടെസ്റ്റ് വന്നു. ഇനി അവിടെ അതേപോലെ തന്നെ ബാക്ക് വെച്ചിട്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സെറ്റിങ്സിലേക്ക് കാണിച്ചു കണ്ടോ, വിട്ടു. ഈ രണ്ട് ആപ്പ് തമ്മിൽ ഇങ്ങനെ സ്വിച്ച് കൊണ്ടിരിക്കുക എത്ര നേരം കാണിച്ചാലും കണ്ടോ. ഇനി ഇപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കാണിച്ചാലും ഇതേപോലെ തന്നെ ഈ രണ്ട് ആപ്പ് ഇങ്ങനെ കണ്ടോ. സോ ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇവിടുന്ന് ഡേറ്റ നോക്കി വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ഹാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് ആപ്പ് ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഇവിടെ വല്ല ടൈപ്പിംഗ് കാര്യങ്ങളും ഇഷ്യൂസൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ഇങ്ങനത്തെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വൺ ഹാൻഡഡ് മോഡ് നോക്കാം. സോ ജസ്റ്റ് വൺ ഹാൻഡഡ് മോഡ് എടുക്കുക. ജസ്റ്റ് ടേൺ ഓൺ ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ഈ താഴെ ഉണ്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്താൽ മതി കണ്ടോ. ഭയങ്കര ഈസി ആയിട്ട് വൺ ഹാൻഡഡ് മോഡ് കിട്ടേണ്ടത്. ജസ്റ്റ് പക്ക വൺ ഹാൻഡഡ് മോഡാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. സോ സെറ്റിങ്സിനകത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് അതിനകത്ത് നമുക്ക് ഫ്ലെക്സിബിൾ വിൻഡോസ് അതിന് ചെറിയ വിൻഡോ ആയിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ ക്വിക്ക് റിട്ടേൺ ഉണ്ട്. പിന്നെ ക്വിക്ക് ലോഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഐക്കണിൽ അൺലോക്ക് ചെയ്തിട്ടും പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 5 ആപ്സ് ഇട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ 5 ഷോർട്ട് കട്ട്സ് ഇട്ട് പോകാൻ പറ്റും. സോ നിങ്ങൾ നോക്കി അറിയാം. ഇപ്പോൾ 3 ഓൾറെഡി ബൈ ഡീഫോൾട്ട് ആയിട്ട് കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് വേറെ ആകാം. സോ ഞാൻ എഡിറ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ ഇത് നമുക്ക് ഇത് വേണ്ടെങ്കിൽ മൈനസ് കൊടുത്താൽ മതി പൊക്കോളും. ഇനി അല്ല ഏതെങ്കിലും ഫംഗ്ഷൻസ് അസൈൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ആപ്സ് ഇട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. സോ ഞാനിപ്പോൾ സപ്പോസ് നമ്മുടെ യൂട്യൂബ് അതേപോലെ തന്നെ സെറ്റിങ്സ് ഇട്ടിട്ടു. എന്നിട്ട് ഇവിടെ മേലിൽ ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ഇട്ടു. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വെച്ച് അൺലോക്ക് ചെയ്തിട്ട് അവിടെ കൈ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അൺലോക്കായി അല്ലെങ്കിൽ കൈ എടുക്കുന്നില്ല കണ്ടോ. ഏതെങ്കിലും 5 ആപ്സ് ഇട്ട് പോകാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് സോ സെറ്റിങ്സിൽ കൊണ്ടുപോയി കൈ വിട്ടു കണ്ടോ, ഇൻസ്റ്റൻറ്റ് സെറ്റിങ്സ് വന്നു. സോ ഭയങ്കര ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള 5 ആപ്സ് കോൾ ഓഫ് ഡ്യൂട്ടി, BGMI, അസ്ഫാൾട്ട്, പിന്നെ അതേപോലെ തന്നെ സ്നൈപ്പർ, റിപ്റ്റൈഡ് GB അങ്ങനെ ഏതൊക്കെ ഗെയിം ഉണ്ടോ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ജസ്റ്റ് കൈവിടുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആപ്പ് ഇട്ട് പോകാൻ. സോ ഭയങ്കര ഫാസ്റ്റാണ്. ദാറ്റ് മീൻസ് നമ്മുടെ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സിനകത്തും കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ റിയലി കൺവീനിയൻറ്റ് ആൻഡ് ഫാസ്റ്റ്. ഓക്കെ, ആൻഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം സ്മാർട്ട് സൈഡ് ബാറാണ്. ഈ കാരണം കൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അസിസ്റ്റീവ് ടച്ച് ഭയങ്കര ലിമിറ്റഡ് ആക്കിയെന്ന് തോന്നുന്നു. സോ ബിക്കോസ് ഇതിനകത്ത് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് സ്മാർട്ട് സൈഡ് ബാർ എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ നിങ്ങൾ ചെറിയതായിട്ട് കാണാൻ പറ്റും. ഇച്ചിരി ഒപ്പാസിറ്റി കുറവാണ് എൻ്റെ. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് കാണാൻ പറ്റും കണ്ടോ.
ഇവിടെ കുറച്ച് സെറ്റ് ഓഫ് ആപ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് സ്ക്രീനിലാണ് ആക്സസ് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്സും കാണിക്കും. ഏതൊക്കെ വേണം മൊത്തം ഇങ്ങനെ ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റും. മൊത്തം നമ്മുടെ ഫോണിലുള്ള ആപ്സ് മൊത്തം കിട്ടും. ഡൺ കൊടുക്കുക. എന്നിട്ട് ഏത് സ്ക്രീനിലാണെങ്കിലും ജസ്റ്റ് ഇത് സ്മാർട്ട് സ്ലൈഡ് ബാർ എടുക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ നമ്മുടെ കുട്ടി വിൻഡോയിൽ തന്നെ അപ്പം തന്നെ ഓപ്പൺ ആയി വരും. സോ ഓക്കെ, സോ റിയലി നൈസ് ആൻഡ് കൺവീനിയൻ്റ് ആണ് സംഭവം. പിന്നെ അവിടെ തന്നെ നമുക്ക് മൾട്ടി വിൻഡോയുടെ ആ ചെറിയ വിൻഡോസിൻ്റെ കാര്യങ്ങൾ, പിന്നെ അവിടെ തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ സ്മാർട്ട് സൈഡ് ബാർ തന്നെ. നല്ലൊരു സംഭവമാണ്. സോ ഞാൻ ഇതുള്ളത് കാരണം ഞാൻ വേണമെങ്കിൽ പറയാം അസിസ്റ്റീവ് ടച്ച് നിങ്ങൾ വേണമെങ്കിൽ ഡിസേബിൾ ഇട്ടോ, ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇത്ര ആപ്സ് നമുക്ക് ഇൻസ്റ്റൻ്റ് ഒറ്റ ടാപ്പ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ടും ഞാൻ പറയും ഈ സെയിം സംഭവം ഉണ്ടല്ലോ നമ്മുടെ പവർ ബട്ടൻ്റെ അവിടെ തന്നെ കൊണ്ടിടുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് ഓറിയൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ സ്മാർട്ട് സൈഡ് ബാർ. പിന്നെ നമുക്ക് കിഡ് സ്പേസ്, സിമ്പിൾ ടെക്സ്റ്റ്, മീൻസ് പ്രിസൈസ് ആയിട്ടുള്ള ബിഗ്ഗർ ഐക്കൺസ് ഒക്കെ വരാൻ വേണ്ടി, അതായത് മീൻസ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ കിഡ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ വെൽബീയിങ്, ലിമിറ്റഡ് ആപ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇന്ന ടൈം വരെ മതി, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, ആപ്പ് ക്ലോൺ. സോ സെറ്റിങ്സിനകത്ത് പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി ഇടുക. അതിനകത്ത് പ്രൈവസി പാസ്വേഡാണ്, അത് ടാപ്പ് ചെയ്യുക. സോ ഞാനിപ്പോൾ ജസ്റ്റ് പാറ്റേൺ സെറ്റ് ചെയ്യാം. ഓക്കെ, പുതിയൊരു പാറ്റേൺ ചെയ്യാം. ഓക്കെ, ഡൺ കൊടുത്തു. എന്നിട്ട് ഞാൻ ആപ്പ് ലോക്ക് യു മൈറ്റ് ബി ലുക്കിംഗ് ഫോർ എന്ന് ഇവിടെ കിടപ്പുണ്ട്. ആപ്പ് ലോക്ക്, ഹൈഡ് ആപ്പ്, പ്രൈവറ്റ് സേഫ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആപ്പ് ലോക്ക് എടുത്തു. ഓക്കെ, ടേൺ ഓൺ ആൻഡ് ഓഫ്. സോ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, ആപ്പ് ലോക്ക് ടാപ്പ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ ആപ്സാണ് ലോക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സോ ഞാൻ ജസ്റ്റ് ഇത് ക്രോം ഞാൻ ടാപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ചോദിക്കും ഫിംഗർ പ്രിൻറ്റും ഫേസ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ യൂസ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ക്രോം എടുക്കുകയാണ്. കണ്ടോ ലോക്കായിട്ടിരിക്കുന്നു. എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ചു, അൺലോക്കായി. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ അൺലോക്ക് ചെയ്യാം കേട്ടോ. കണ്ടോ ഇപ്പോൾ ചോദിക്കണില്ല എന്നോട് ഫസ്റ്റ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് ടൈം. പക്ഷേ ഞാൻ ലോക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ തവണ അതെ ഇപ്പോൾ കുഴപ്പമില്ല ചോദിക്കേണ്ടത്. ഞാൻ എൻ്റെ ഫേസ് വെച്ച് അൺലോക്ക് ചെയ്തു. പക്ഷേ ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾക്ക് ലോക്ക് ചെയ്യണം. എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോവുക, ആപ്പ് ലോക്ക് തന്നെ എടുക്കുക, സെയിം ലൊക്കേഷൻ. അതിനകത്ത് ഇവിടെ മേളിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ കണ്ടോ, അതിനകത്ത് ടാപ്പ് ചെയ്യുക. അപ്പം കുറച്ച് ഓപ്ഷൻ ലോക്ക് ആപ്പ് പോകാൻ എപ്പോഴാണ് ആപ്പ് ലോക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ലോക്കിംഗ് സ്ക്രീനാണ് ഇപ്പോൾ കിടക്കണം. അത് മാറ്റിയിട്ട് എക്സിറ്റിംഗ് ആപ്പ് കൊടുക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈം ആപ്പ് എക്സിറ്റ് ചെയ്തു. കണ്ടോ, ഇതാണ് ആപ്പ് എക്സിറ്റ് എന്ന് പറഞ്ഞത്. കണ്ടോ, പിന്നെ ഓപ്പൺ ചെയ്തു, പിന്നെയും ചോദിച്ചു, പിന്നെ ഓപ്പൺ ചെയ്തു. കണ്ടോ, ഫേസ് വെച്ച് ചെയ്തു. കണ്ടോ, സോ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. സോ നല്ല കൺവീനിയൻ്റ് ആണ് സംഭവം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഹൈഡ് ആപ്പാണ്. ഏതൊക്കെ ആപ്പ് ഹൈഡ് ചെയ്യുന്ന സംഭവമാണ്. സോ ഞാനിപ്പോൾ സപ്പോസ് നമ്മുടെ ആമസോൺ ഷോപ്പിംഗ് ഹൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീക്രട്ട് കോഡ് ഉപയോഗിച്ചിട്ടാണ് ഹൈഡ് ചെയ്യണത്. ദാറ്റ് മീൻസ് നമ്മുടെ എന്താണോ നമ്മുടെ ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്ന് അതിൻ്റെ ഫ്രണ്ടിലും ലാസ്റ്റും നമ്മൾ ഹാഷ് വെച്ച് ചെയ്യണം. സോ സെറ്റിങ്സ് എടുത്തു, ഹാഷ് 1234 ഹാഷ്, ഡൺ. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മൾ സംഭവം ഹൈഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യണതെന്ന്. സോ നമ്മൾ ഡയലർ എടുത്തു, ഹാഷ് 1234 ഹാഷ്. കണ്ടോ, ഹിഡൻ ആപ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ നൈസ് സംഭവമാണ്. ഓക്കെ, UI വലിയ പരിചയമില്ലാത്തവർക്ക് ഇച്ചിരി പാടായിരിക്കും കിട്ടാനായിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി, പ്രൈവസി പാസ്വേഡ്. ഓക്കെ, ഡൺ. ഇനി നമ്മുടെ പ്രൈവറ്റ് സേഫ്, ദാറ്റ് മീൻസ് ഒരു സെക്യൂർ വോൾട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സംഭവമാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫയൽസ്, ഇമേജസ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി സെപ്പറേറ്റ് ഒരു സ്ഥലമാണ്. സോ ഇത് നമുക്ക് ഇമേജസ് ആൻഡ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ എല്ലാ കണ്ടൻറ്റും നമുക്കിവിടെ കിട്ടും. എന്നിട്ട് വേണ്ട കണ്ടൻറ്റ് മാത്രമായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പറ്റും. ഇപ്പം എൻ്റെ കുറച്ച് ഫോട്ടോസ്, ഈ 4 ഫോട്ടോസ് സെറ്റ് ആസ് പ്രൈവറ്റ് കൊടുത്തു. ആണോ, സെറ്റാസ് ഉണ്ടോ, ഇത് ഇനിയിപ്പോൾ എൻ്റെ ഗാലറിയിലേക്കകത്ത് ആ ഇമേജസ് ഉണ്ടാവില്ല. കണ്ടോ, ആ ഇമേജസ് പോയിട്ടുണ്ട്. ആ 4 നമ്മളിവിടെ പോയി നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് സേഫിനകത്ത് കിടപ്പുണ്ട്. കണ്ടോ, അത് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് 4 ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റാസ് പബ്ലിക് കൊടുക്കുക. ഏതാ ലൊക്കേഷൻ വേണ്ട ക്യാമറ കൊടുക്കുക, തിരിച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഗാലറി നോക്കുമ്പോൾ തിരിച്ച് എല്ലാം വന്നിട്ടുണ്ടാവും. സോ അതാണ് നമ്മുടെ പ്രൈവറ്റ് സേഫിങ്ങൾ പറ്റുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ക്ലോണാണ്. അത് ഇവിടെയല്ലേ കിടക്കണേ, അത് നമ്മുടെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സിനകത്ത് ആപ്പ് ക്ലോണറാണ്. ആപ്പ് ക്ലോൺ കിടക്കണേ. സോ 2 ഫേസ്ബുക്ക്, 2 വാട്സപ്പ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾഡ് ആപ്സ് എല്ലാം നമുക്ക് 2 ആക്കാൻ പറ്റും. ഫേസ്ബുക്ക് 2 ആണ്, ജസ്റ്റ് ക്രിയേറ്റ് ആപ്പ് ക്ലോൺ കൊടുത്താൽ മതി.
സോ ഗൈസ് നെക്സ്റ്റ് ക്വിക്കായിട്ട് കുറച്ച് സെറ്റിംഗ്സ് നോക്കാം. സോ സെറ്റിംഗ്സിനകത്ത് ഡിസ്പ്ലേ സെറ്റിംഗ്സ് ആണ്. അതിനകത്ത് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുന്ന സംഭവമാണ് വീഡിയോ കളർ എൻഹാൻസ്. ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡൈനാമിക്കിനെ കുറച്ചുകൂടെ ഹൈ ഡൈനാമിക് റേഞ്ച് ആക്കാനുള്ള സംഭവം, കുറച്ചുകൂടെ കളർ വൈബ്രൻസിയും കുറച്ചുകൂടെ കിട്ടും. പക്ഷേ ഇച്ചിരി ബാറ്ററി കൺസപ്ഷൻ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ സ്ക്രീൻ കളർ മോഡിനകത്ത് നമ്മൾ ബൈ ഡിഫോൾട്ട് വിവിഡാണ്. വിവിഡ് നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള അത്ര പഞ്ച് കളേഴ്സ് വേണ്ടെങ്കിൽ നാച്ചുറൽ ആക്കാം. പിന്നെ പ്രോ മോഡ് ഇട്ടിട്ട് ബ്രില്യൻ ഇട്ടാലും നല്ല ഔട്ട്പുട്ട് തന്നെയാണ്. വിവിഡ് അല്ലെങ്കിൽ പ്രോ മോഡ് ഇട്ടിട്ട് ബ്രില്യൻ ഇട്ടാണ് മാക്സിമം ഔട്ട് കിട്ടാനുള്ള സംഭവങ്ങൾ. നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കതിനകത്ത് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് തന്നെയാണ് വാൾപേപ്പേഴ്സ്, മൊത്തം കസ്റ്റമൈസേഷൻ തന്നെ. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, ഇഷ്ടം പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് എപ്പോൾ മുതൽ എപ്പോൾ വരെ കാണിക്കണം, അതാണ് എൻ്റെ ഷെഡ്യൂൾഡ്. പിന്നെ എപ്പോഴും കാണിക്കണമെങ്കിൽ ഓൾ ഡേ ഇടുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് തീംസിൻ്റെ ചില ഓപ്ഷൻസ്, ഐക്കൺസ് ഇതേ ഉണ്ടോ, ഐക്കൺ സ്റ്റൈൽസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇതേ, അതേപോലെ തന്നെ ഐക്കണിൻ്റെ സൈസസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. പിന്നെ ക്വിക്ക് സെറ്റിങ്സിൻ്റെ അതിൻ്റെ ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഇതിൻ്റെ ഇപ്പോൾ റൗണ്ടാണ്, ദാറ്റ് മീൻസ് ആ നോട്ടിഫിക്കേഷൻ ടൂൾസിനെ അത് മാറ്റി സ്ക്വയർ അങ്ങനെയാണെന്ന് ഉണ്ടോ ഓരോ ഇതാക്കാൻ പറ്റും, ഷേപ്സ് മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കളേഴ്സ് യു ആയിട്ട് ഇപ്പോൾ കളർ കിടക്കുന്ന ഇതാണ്, ഇത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമായിട്ട് വേണമെങ്കിൽ കളർ പിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോണ്ട് സൈസും ഡിസ്പ്ലേ സൈസും രണ്ട് വേറെ എക്സ്ട്രാ 2 ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട്. പിന്നെ എൻ്റെ ഫോണ്ട് സൈസ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഫോണിൻ്റെ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും, അത് തിക്നെസ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കിങ്ങിൻ്റെ ആനിമേഷൻ, ദറ്റ് മീൻസ് ഓരോ തവണ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് അൺലോക്കിങ് ചെയ്ത ആനിമേഷൻ വേണം, അതാണ് നമുക്ക് അവിടെ കിടക്കണം. പിന്നെ എഡ്ജ് ലൈറ്റിംഗ്, ദറ്റ് മീൻസ് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളറാണ് കുറച്ചും കൂടി അടിപൊളി, നൈസായിട്ട് കാണാൻ നൈസായിട്ടുള്ള ഒരു ഇത് വരും എഡ്ജ് ലൈറ്റിംഗ് വരുമ്പോൾ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ സ്ക്രീൻ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ബോർഡറിൽ തന്നെ ഇങ്ങനെ ബ്ലൂ കളറിൽ ഇങ്ങനെ ലൈറ്റ് വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മുടെ ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മെയിൻ ഓപ്ഷൻസ് സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീനാണ് ഏറ്റവും മാറ്റേണ്ട ഫസ്റ്റ് ഓപ്ഷൻ. സോ അതിപ്പോൾ ദറ്റ് മീൻസ് നമ്മളിപ്പോൾ വൺ ഹാൻഡ് യൂസ് ചെയ്യണം, നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ ആസ് കഴിഞ്ഞ് ജസ്റ്റ് ഇത് കൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വലിക്കാൻ. പിന്നെ നോർമലി ഇങ്ങനെ വലിക്കുമ്പോൾ അവരുടെ ഗ്ലോബൽ സെർച്ച് എന്ന സംഭവം തന്നെ അത് ഇച്ചിരി അനോയിങ് ആണ്. സോ എന്താണെന്ന് വെച്ചാൽ സെറ്റിംഗ്സിനകത്ത് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എടുത്തിട്ട് സ്വൈപ്പ് ഓൺ ഡൗൺ ഓൺ ഹോം സ്ക്രീൻ ഗ്ലോബൽ സെർച്ച് മാറ്റിയിട്ട് നോട്ടിഫിക്കേഷൻ ട്രാക്കുക. സോ വൺ ഹാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇത് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ വരും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗോ ബാക്ക് ടു ദ സെയിം ലൊക്കേഷൻ മോർ. അതിനകത്തുണ്ട് ഇത്ര ഓപ്ഷൻസ് കൂടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതേപോലെ തന്നെ റീസെൻറ്റ് ടാസ്ക് മാനേജറിനകത്തൊരു ഓപ്ഷൻ കൊടുക്കും, ഡിസ്പ്ലേ റാം അല്ലെങ്കിൽ മെമ്മറി ഇൻഫോ. ദറ്റ് മീൻസ് ഇപ്പോൾ എൻ്റെ 6 GB 128 GB ആണ്, അത് നിങ്ങൾക്ക് നോക്കിയറിയാം 2.25 GB അവൈലബിൾ ഔട്ട് ഓഫ് 6 GB ഉണ്ടോ. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല കണ്ടോ. ഇതിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര GB അവൈലബിൾ ആണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല സെറ്റിങ്സിനകത്ത് ഏറ്റവും താഴെ അബൌട്ട് ഡിവൈസിനകത്ത് നമുക്ക് 11 GB ഒരു എക്സ്റ്റെൻഡ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ 6 GB ആയ കാരണം അത് നല്ല കാര്യമായിരിക്കും. ഇത് റാം എടുക്കുക, അതെ ഉണ്ടോ, അപ് ടു ഇപ്പോൾ 2 GB ആണ് ബൈ ഡിഫോൾട്ട്, ദാറ്റ് മീൻസ് ടോട്ടൽ ഇപ്പോൾ 8 GB ആണ്. അത് മാറ്റിയിട്ട് നേരെ 5 GB ആണ്. 8 GB എടുത്തവർ പിന്നെ വലിയ ടോഗിൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. 6 GB എടുത്തവർ ഇത് ജസ്റ്റ് മാക്സിമത്തിൽ ഇട്ട് വെച്ചേക്കുക. ഒരു ഡാറ്റ റാം എന്ന് പറയില്ല, പക്ഷേ ഒരു സോർട്ട് ഓഫ് റാം ഹെൽപ്പർ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നെക്സ്റ്റ് വാട്സപ്പിലൊക്കെ ഒരാൾ മെസ്സേജ് അയാൾ തന്നെ ഡിലീറ്റ് ഫോർ എവരും കൊടുത്തു, പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടാണ് ഡിലീറ്റ് ചെയ്ത്. എന്നിട്ട് നമുക്ക് അങ്ങനത്തെ മെസ്സേജ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ അത് മൊത്തം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ എടുക്കുക, അതിനകത്ത് മോർ സെറ്റിംഗ്സ് എടുക്കുക, അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു, അത് ഡിലീറ്റ് ആയിക്കോട്ടെ, എപ്പോൾ വന്ന ടൈംസ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് കൊണ്ടിരിക്കും. സോ നൈസ് കാര്യമാണ്. ഡിലീറ്റ് ചെയ്താൽ നമുക്കത് ഡിലീറ്റ് ഫോർ എവരും കൊടുത്താൽ പോലും നമുക്കത് ആക്സ് ചെയ്യാം, തിരിച്ച് ആക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ നിങ്ങൾ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഫോൺ ചൂടാവും, അത് മൈൻഡിൽ നിർത്തുക. എന്നാലും നിങ്ങൾക്ക് ഭയങ്കര ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിംസാണ്, ജസ്റ്റ് ബാറ്ററി എടുക്കുക, സെറ്റിംഗ്സിൽ ബാറ്ററി എടുക്കുക, എന്നിട്ട് അഡ്വാൻസ് സെറ്റിംഗ്സ് എടുക്കുക. അതിനകത്ത് പെർഫോമൻസ് മോഡ് ഇത് ജസ്റ്റ് അങ്ങ് ഇപ്പോൾ നോർമലി കിടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് പെർഫോമൻസ് അത് മാറിയിട്ട് ഹൈ പെർഫോമൻസ് ആക്കുക, ടേൺ ഓൺ കൊടുത്താൽ മതി. മാക്സിമം ഇച്ചിരി ഫോൺ ചൂടാവും, പക്ഷേ നല്ല പെർഫോമൻസ് കിട്ടും. യൂഷ്വലിനെക്കാളും ഇച്ചിരി ഒരു ബമ്പപ്പ് ഉണ്ടാവും, ഒരു 5% അപ് ടു 5% നമുക്കൊരു ബമ്പപ്പ് വരും പെർഫോമൻസിൽ ടോട്ടലി. ഓക്കെ, അതാണ് നമുക്ക് മെയിൻ ആയിട്ട്. നമുക്ക് ജസ്റ്റ് ക്യാമറ ക്വിക്കായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നൈറ്റ് മോഡ് വരുന്നുണ്ട്, സ്ട്രീറ്റ് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയുടെ കാര്യം തന്നെ. പിന്നെ വീഡിയോ ഇതാണ് നമ്മുടെ AI വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ കുറച്ചും കൂടെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻസാണ്. പിന്നെ ഫോട്ടോസിനകത്ത് ഇവിടെ അൾട്രാ ആയിട്ടുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അതേപോലെ നമുക്ക് മേളിൽ തന്നെ AI മോഡ്, പിന്നെ പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ എന്ത് കണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ റീടച്ച്, ഫിൽറ്റേഴ്സ്, കുറേ ഓപ്ഷൻസ് അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് 50 മില്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാക്സിമം റെസൊല്യൂഷൻ ഫോട്ടോ. പിന്നെ മോറിനകത്ത് നോക്കുവാണെങ്കിൽ പ്രോ മോഡ്, ദാറ്റ് മീൻസ് അപ്പർച്ചർ ISO വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രോ മോഡ് വരുന്നുണ്ട്. ആൻഡ് ദെൻ പനോരമിക് അൾട്രാ മാക്രോ മോഡ്, ഫിലിം മോഡ് ഉണ്ടോ. ഇതിനകത്താണ് നമുക്ക് സ്റ്റെബിലൈസേഷനൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റെബിലൈസേഷൻ മോഡ്, ഓണും ഓഫും ചെയ്യാൻ പറ്റും ഉണ്ടോ.
ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഒരു പ്രോ രീതിയിൽ നമുക്കൊരു പ്രോ വീഡിയോ മോഡാണ് ശരിക്കും ഒരു ഈ ഫിലിം മോഡ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കണം. പിന്നെ നമുക്ക് സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വ്യൂ വീഡിയോ, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ടൈം റെക്കോർഡ്, ഡുവൽ വ്യൂ വീഡിയോ, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് സ്കാനർ, സ്റ്റോറി മോഡ്, സ്റ്റിൽ ഷിഫ്റ്റ്. ഇത്രയും കാര്യമാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ റിയൽമി 9 Pro പ്ലസിൽ വരുന്നത്. സോ ഗൈസ്, ദാറ്റ്സ് ടുഡേ സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.